പശ്ചിമേഷ്യൻ പ്രതിസന്ധി ചെങ്കടലിലേക്കും വ്യാപിച്ച പശ്ചാത്തലത്തിൽ ഇറാനെതിരെ അതിശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വലിയ തിരിച്ചടിക്ക് അമേരിക്ക ഒരുങ്ങുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സമാധാനത്തിനായി പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ പ്രസ്താവന. ഇതിനിടയിൽ 10% തീരുവയുടെ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ഇന്ത്യ അടക്കമുള്ള 80ലധികം രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക പുതിയ തീരുവ ചുമത്തിയിട്ടുണ്ട്. ഈ നിയമം വ്യാപാര ബന്ധമുള്ള രാജ്യങ്ങളുടെ 99%നും ബാധകമാണ്. കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് ക്രൂഡ് ഓയിൽ വിപണിയെയും ആഗോള വ്യാപാരത്തെയും ഗുരുതരമായി ബാധിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. സ്ഥിതി തുടർന്നാൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $148 എന്ന നിലവാരം മറികടക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 5 വ്യാപാര ദിവസങ്ങളിലും ഇന്ത്യൻ ഓഹരി വിപണിക്ക് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. സെൻസെക്സ് 2091 പോയിന്റും നിഫ്റ്റി 567 പോയിന്റും ഇടിഞ്ഞു. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്ന് 3094 കോടി രൂപയാണ് പിൻവലിച്ചത്. 5 ദിവസത്തിനിടെ നിക്ഷേപകർക്ക് ഉണ്ടായ മൊത്തം നഷ്ടം 5 ലക്ഷം കോടി രൂപയാണ്. തിങ്കളാഴ്ചയും വിപണി നഷ്ടത്തോടെയാകാനാണ് സാധ്യത. അമേരിക്കയുടെ പലിശ നിരക്ക് സംബന്ധിച്ച നയങ്ങളും വരും ദിവസങ്ങളിൽ പുറത്തുവരാനിരിക്കുന്ന നിർണായക പ്രഖ്യാപനങ്ങളും വിപണി ഉറ്റുനോക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.